സത്യമാണെന്ന് അറിയില്ല. ഇന്നലെ രാത്രി മന്ത്രി അബ്ദുൾ റഹീം സാറ് രഹസ്യമായി വീട്ടിൽ വന്നതായിട്ടാണ് ഇവിടെയൊക്കെ സംസാരം. അങ്ങനെ സംസാരം എന്താണ് കുഴപ്പം? താൻ വെറുതെ ആളുകളോട് ചൂടാകണ്ട. പ്രശ്നത്തിന്റെ പോക്ക് മുഴുവൻ അബ്ദുൾ റഹീം സാറിന്റെ ലക്ഷ്യം വെച്ച. സൂക്ഷിച്ചു നോക്കുമോനെ. ഈ ഫോട്ടോയിൽ കാണുന്ന സാറ് തന്നെയല്ലേ ആന്റിയെ കാണാൻ അവിടെ വന്നത്? അതെ. വേറെ ആരും അവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ല. അയാൾ വന്ന് എന്തോ ആന്റിയോട് ചൂടായി സംസാരിച്ചു അല്ലേ മോനെ? മോൻ പറഞ്ഞു. ഇത് കൊച്ചുകുട്ടിയല്ലേ സാർ, അവർ തമ്മിൽ സംസാരിക്കുന്നിടയ്ക്ക് ഉറങ്ങിപ്പോയിന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞില്ലേ സാർ? മിസ്റ്റർ രാമേന്ദ്രൻ, ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഒരു കേസാണിത്. പിന്നെ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് സംഭവങ്ങളുടെ പ്രീവിയസ് പൊസിഷൻ എന്തായിരുന്നു അറിയാനാ, അല്ലാതെ ആരോടൊക്കെ എന്തൊക്കെ ചോദിക്കണം, എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള ബുദ്ധി പറഞ്ഞു തരാൻ വേണ്ടിയല്ല. സാർ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണത്. നിങ്ങൾ എന്തിനാ എമോഷണൽ ആകണം മിസ്റ്റർ? ഇമോഷണൽ ആവും സാർ. കാരണം പലപ്പോഴും ഇയാൾ ഒരുപാട് സംരക്ഷിച്ചുള്ള ഒരു മിനിസ്റ്ററാ. ഒരാപത്ത് വരുമ്പോ പിന്നെ തിരിച്ചു നന്ദി കാണിക്കണമല്ലോ, അല്ലേ? അത് തോന്നിയത് കൊണ്ടാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കൈകളിൽ എത്തിയത്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു സാർ. ഇതാണ് സാർ മിനിസ്റ്ററുടെ PA. താനല്ലേ മിനിസ്റ്റർക്ക് ടൂറിസ്റ്റ് ആക്ട് വിളിച്ചു കൊടുത്തത്? കാർ വിളിച്ചു കൊടുത്തു. പക്ഷേ എന്താ ഒരു പക്ഷേ? വിളിച്ചു കൊടുത്തില്ലേ? അതിന്റെ അർത്ഥം മിനിസ്റ്റർ ആ വീട്ടിൽ പോയി എന്നല്ലടോ. അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ? പൊയ്ക്കോ. തന്റെ വണ്ടിയിലാണ് മന്ത്രി അശ്വതിയുടെ വീട്ടിലേക്ക് പോയത്. അതെ. താനാണ് തിരിച്ചു കൊണ്ടുവന്നതും. അതെ. പോയ പോലെയല്ല മന്ത്രി തിരിച്ചു വന്നത്, അല്ലേ? അദ്ദേഹം ആകെ പരിഭ്രമിച്ചിരുന്നു. വല്ലാത്തൊരു ഭാവമായിരുന്നു മന്ത്രിയുടെ മുഖത്ത്. പൊയ്ക്കോ. സാർ, മിനിസ്റ്റർക്ക് ആ പെണ്ണിനോട് വേറെയും ശത്രുതയുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രകടനം നയിക്കുക, പരസ്യമായി വെല്ലുവിളി നടത്തുക, അതും പഴയ കാമുകി. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അസമയത്ത്, അതും മറ്റാരെയും കൂടാതെ അദ്ദേഹം അവിടെ പോകുമായിരുന്നില്ല. അതെ, മിനിസ്റ്റർ ആയതിന്റെ പേരിൽ സംശയിക്കപ്പെടുന്ന ഒരാളെ ചോദ്യം ചെയ്യാതെ വിടുന്നതും ശരിയല്ല. സാർ പ്ലീസ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഴുവൻ ദേശദ്രോഹികളാണ് സാർ. മറ്റു പല കുറ്റങ്ങളും പുറത്തു കൊണ്ടുവരാതിരിക്കാനും പലരെയും നിശബ്ദരാക്കാനും വേണ്ടി മനഃപൂർവ്വം കളിച്ച കളിയാണ് സാർ. ഷട്ട്. താൻ ആരാടോ ഇതൊക്കെ ചോദിക്കാൻ? കാക്കി കുപ്പായം അണിയിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ദൈവപുത്രന? ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരല്ലേ? പാതിരാത്രി നേരത്ത് അംഗരക്ഷകനെയും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മന്ത്രി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയത് ശൃംഗരിക്കാനല്ലേ? സാർ ഇറങ്ങി പോണം മിസ്റ്റർ. ഐ സേ യു ഗെറ്റ് ഔട്ട് മാൻ. തൽക്കാലം അബ്ദുൾ റഹീമിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം എന്നെ അറിയിക്കൂ. കസ്റ്റഡിയിലെടുക്കാൻ പോകുമ്പോ പ്രകോപനം ഉണ്ടായേക്കാം. Then you seek their help. Okay? സാർ.